വെൽക്കം ടു ഓട്ടോഡോക്. സോ ഈ ചാനലിലെ ഫസ്റ്റ് ഫുൾ വീഡിയോ ആണ്. ഒരുപാട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, ബട്ട് സ്റ്റിൽ. സോ ഈ ചാനൽ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ആർ സിംപ്ലിഫൈങ് ദ ഓട്ടോ കോൺസെപ്റ്റ്, ലൈക്ക് കാർ കോൺസെപ്റ്റ്സ്. ഇപ്പോൾ ടർബോ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന ടർബോ ആണ്, പവർ, ടോർക്ക്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. അത് നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് ഒരു നോർമൽ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു ചാനൽ ഉദ്ദേശം. സോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടർബോ ആണ്. വാട്ട് ഈസ് ടർബോ? ഇപ്പോൾ മിക്ക വണ്ടികളും കാണാം ടർബോ എന്ന്. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലക്ഷറി കാർസിലൊക്കെ പറയുക സ്പോർട്സ് കാർസ്, ടൊയോട്ട സൂപ്പർ, അങ്ങനത്തെ വണ്ടികളിലൊക്കെയാണ് ടർബോ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മിക്ക കാറുകളിലും കാണാം ലൈക്ക് 1.5 ലിറ്റർ ടർബോ, 2 ലിറ്റർ ടർബോ, ചെറിയ എഞ്ചിൻസ് ഇപ്പോൾ ടർബോ 1.2 ലിറ്റർ ടർബോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇറ്റ്സ് ദാറ്റ്. അപ്പോൾ ടർബോ അപ്പോൾ ഭയങ്കര കോമൺ ആണ് മിക്ക വണ്ടികളിലും. സോ വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദ യൂസ് ഫോർ ദാറ്റ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദാറ്റ്, അതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ടർബോ ഇസ് ബേസിക്കലി സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു എഞ്ചിന് കൂടുതൽ പവർ എടുക്കുക. അതാണ് അതിൻ്റെ ഒരു മെയിൻ പേർപ്പസ്. പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ എഞ്ചിൻസിന് കുറച്ച് പവർ ആയിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫേവറേറ്റ് ഒരു വണ്ടിയാണ് ലാംഗ്ടൂസ് LC100, ഒരു ക്ലാസിക്. സോ അതിന് 4.7 ലിറ്ററാണ് അതിൻ്റെ എഞ്ചിൻ സൈസ്. അതായത് ഇപ്പോൾ കറങ്ങുന്ന വണ്ടിയുടെ ഒക്കെ 3 times ഒക്കെ സൈസ് വരുന്ന ഒരു എഞ്ചിനാണത്. പക്ഷേ അതിൽ നിന്ന് വരുന്ന പവർ ജസ്റ്റ് 234 bhp. ഇപ്പോൾ ഒരു 1.5 ലിറ്ററിൽ തന്നെ അതിലും കൂടുതൽ പവർ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ടൈമിലൊക്കെ അതാണ് ലെസ് പവർ ഫ്രം എ ബിഗർ എഞ്ചിൻ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ, നാച്ചുറലി ആസ്പിറേറ്റഡ്. അതാണ് ഈ നോൺ ടർബോ എന്ന് പറയുന്നതിൻ്റെ ഒരു വേറെ പേരാണ്. സോ അതാണ് ടർബോയുടെ ഒരു പേർപ്പസ്, ടു ഗെറ്റ് മോർ പവർ ആൻഡ് മോർ എഫിഷ്യൻസി ഉണ്ട്, പവർ മാത്രമല്ല എഫിഷ്യൻസിയും കൂടെ ടു ഗെറ്റ് ഫ്രം ദി സ്മോളർ എഞ്ചിൻ. അപ്പോൾ എന്തിനാണ് ഈ സ്മോളർ എഞ്ചിൻ? വൈ കാൺ വി ഹാവ് എ ബിഗ് എഞ്ചിൻ? ഒന്നാമത്തെ കാര്യം കോസ്റ്റ് ഹൈ ആയിരിക്കും, പിന്നെ ഫിസിക്കലി അത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ മൊബൈലിലെ ബാറ്ററീസ് ആണ്, വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് സ്മോളർ വിത്ത് മോർ ജ്യൂസ്. അപ്പോൾ അതേപോലെ തന്നെയാണ് അതും. അപ്പോൾ ചെറിയ എഞ്ചിനാകുമ്പോൾ യു ക്യാൻ മേക്ക് ഇറ്റ് മോർ കമ്പണൻസ് ആൻഡ് യു ക്യാൻ മേക്ക് ഇറ്റ് ദ വെഹിക്കിൾ മോർ ലൈറ്റർ. പിന്നെ ഇതൊരു മെയിൻ ഇഷ്യൂ എമിഷൻ. ഇപ്പം എഞ്ചിൻ വലുതാകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ എമിഷൻ ഇത്തിരി കൂടാൻ ചാൻസ് ഉണ്ട്, കൂടും. അപ്പോൾ ഒരുപാട് എൻവയോൺമെൻറ്റലിസ്റ്റൊക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു. ബിഗർ എഞ്ചിൻസ്, പണ്ടൊക്കെയാണ് 5 ലിറ്റർ എഞ്ചിൻ, 4.8, 6 ലിറ്റർ എഞ്ചിനൊക്കെ അങ്ങനെ ഒരുപാട് എഞ്ചിൻസ് ഉണ്ടാവും. അതിനൊക്കെ ഒരുപാട് ഫ്യൂവൽ പൊല്യൂഷൻസ് ഒക്കെ ഒരുപാട് ഹൈ ആയിരിക്കും അങ്ങനത്തെ വണ്ടികളിലൊക്കെ. അതും ഒരു റീസണാണ് ഫോർ മേക്കിംഗ് സ്മോൾ എഞ്ചിൻ. പക്ഷേ ഇതിന് നെഗറ്റീവ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം എൻ്റെ വീഡിയോയിൽ, വിച്ച് ഈസ് എ ഡീൽ ബ്രേക്കർ ഫോർ മീ. ഓക്കെ, പിന്നെ സോ നൗ യു അണ്ടർസ്റ്റുഡ് വൈ ടർബോ, എന്തിനാണ് ടർബോ എന്ന് മനസ്സിലായല്ലേ? അപ്പോൾ എന്തിനാണ് അതിൻ്റെ പേർപ്പസ് ഉണ്ട്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തിങ്, ഹൗ ഡു വി ഡു ദാറ്റ്? സോ ഇത് കുറച്ച് ടെക്നിക്കൽ ആവശ്യം എന്നുള്ളത് ഐ ട്രൈ ടു മേക്ക് ഇറ്റ് മോർ സിമ്പിൾ, ലൈക്ക് മോർ ബേസിക്, പറ്റുന്ന പോലെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ഈ ഒരു എഞ്ചിന് വർക്കിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി വി നീഡ് ദർ ആർ 2 ഇൻപുട്ട്സ് ഇൻ ദാറ്റ്. 2 ഇൻപുട്ടിൽ ഒന്ന് ഫ്യൂവൽ, ഒബ്വിയസ്ലി നമ്മൾ അടിക്കുന്ന പെട്രോൾ എവിടെയെങ്കിലും പോകണല്ലോ, അതാണ് അതിൻ്റെ മെയിൻ ഒരു ഇൻപുട്ട്. സെക്കൻഡ് വൺ ഇസ് എയർ. ഇത് രണ്ടുമാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇൻപുട്ട്. അത് വെച്ചാണ് നമ്മൾ ഈ പവർ മൊത്തം കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇതിനൊരു റേഷ്യോ ഉണ്ട്, ദ എയർ ആൻഡ് ഫ്യൂവൽ ഒരു റേഷ്യോ ഉണ്ട്. ഓക്കെ, അതിൽ എയർ കൂടുമ്പോൾ ലൈക്ക് ആ റേഷ്യോയിൽ എയർ കൂടും. ഫോർ എക്സാമ്പിൾ ഐ എം യൂസിങ് എക്സാമ്പിൾ. ഓക്കെ, ഇത് എക്സാക്ട് എമൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ 1:1 ആണ് നോക്കുക. ഈക്വൽ എമൗണ്ട് ഓഫ് എയർ, ഈക്വൽ എമൗണ്ട് ഓഫ് ഫ്യൂവൽ. അത് നോർമൽ, ലെറ്റ്സ് സേ ദാറ്റ് ഇസ് എ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ. പക്ഷേ ടർബോ ആകുമ്പോൾ ലെറ്റ്സ് സേ എയർ ഇസ് മോർ. ഫോർ എക്സാമ്പിൾ 2:1, 2 എയർ ആൻഡ് 1 ഫ്യൂവൽ. അപ്പോൾ ദാറ്റ് ഈസ് ഇൻക്രീസിങ് ദ എയർ റേഷ്യോയിൽ എയറിൻ്റെ എമൗണ്ട് കൂടുമ്പോഴാണ് ഈ ടർബോ വരുന്നത്. അതിന് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. വി ക്യാൻ ഗെറ്റ് എ ബിഗർ ഇൻടേക്ക്. ഇപ്പോൾ നമ്മൾ ചില മീംസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ചില റീൽസിലൊക്കെ. ഇപ്പം സിംഗിൾ ഹെഡ് ലൈറ്റിൽ ഓടുന്ന ടൊയോട്ട സൂപ്ര, പിന്നെ ചില BMWs ഒക്കെ. അപ്പോൾ ദാറ്റ് ഹാവ് എ മാസീവ് ടർബോ. കാരണം അത്രയും ആ ഒരു സൈസിലാണ് എന്താ പറയുക, ഒരു ചെറിയ പൂച്ചയൊക്കെ സക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ടർബോ ഇൻടേക്ക് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് ആക്ച്വലി ഒരു കോൺസെപ്റ്റ്. ദാറ്റ് ഇസ് ഹൗ what you say this turbo works. Just to change the air and fuel ratio ചേഞ്ച് ചെയ്യും. ഇനിയിപ്പം ഞാൻ ടർബോൻ്റെ നെഗറ്റീവ് ഞാൻ പറയാം. ഇപ്പോഴത്തെ വണ്ടികളിൽ നമുക്ക് കാണുന്ന ഒരു ഇഷ്യൂ ആണ് റിലയബിലിറ്റി, അല്ലേ? ഇപ്പം കംപ്ലയിൻസ് ആവുന്നു, അതിങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നേരെ മറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ LC100 എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്. ടൊയോട്ട ഇസ് നോൺ ഫോർ റിലയബിലിറ്റി, അല്ലേ? അപ്പോൾ ആ വണ്ടി ദ ഡിസൈൻ ടു റൺ ഇറ്റ് ഫോർ 25 years. ഹൗ ഡു ദ ഡു ദാറ്റ്? ജസ്റ്റ് മേക്ക് എ ബിഗർ എഞ്ചിൻ, ഗിവ് ലെസ് പവർ. അപ്പം ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ യു മേക്കിംഗ് എ പേഴ്സൺ വർക്ക്. നമുക്കൊരു ആളുണ്ട്, യു ഹാവ് എൻ എംപ്ലോയി, ഒരു കൂലിപ്പണിക്കാരൻ. ആൾക്ക് നമ്മൾ എന്താ പറയുക, ഒരു നേരത്തെ ഫുഡ് കൊടുത്ത് നമ്മൾ ഫുൾ ഡേ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. എഫിഷ്യൻസി കൂടും, കാരണം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു നേരത്തെ ഫുഡാണ്. ഈസ് വർക്കിംഗ് ഫോർ എ ഹോൾ ഡേ. പക്ഷേ ഇൻ ലോങ് ടേം ഹി വിൽ ഹാവ് എ ഫിസിക്കൽ ഇഷ്യൂ. ഹി വിൽ ലൈക്ക് ആൾക്ക് അസുഖം വരാം. മേ ബി ഹി വിൽ നോട്ട് സർവൈവ് ഫോർ ലോങ്ങർ എൻഡ്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ടർബോയും ഈ ഒരു നോർമൽ എഞ്ചിൻസും. അപ്പോൾ നമ്മൾ ഈ ചെറിയ എഞ്ചിന് കൂടുതൽ പവർ എടുക്കുമ്പോൾ എഞ്ചിൻ്റെ ആ ഒരു റിലയബിലിറ്റി കുറയും, എഞ്ചിൻ്റെ ആ ഒരു ലോങ്ജിവിറ്റി കുറയും.
എന്നുവെച്ചാൽ എന്താ പറയുക, ഒരു ചെറിയ എഞ്ചിൻ വി ആർ ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് വർക്ക് മോർ. ഭയങ്കരമായിട്ട് നമ്മളതിന് പവർ എടുക്കുകയാണ്. അപ്പോൾ അത് ഒരുപാട് നാൾ നിൽക്കില്ല. ഇപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞ 4.7 ലിറ്റർ V8 എഞ്ചിൻ എന്നാണ് നമ്മൾ 235 bhp പവർ എനിക്കൊന്നും അതിൻ്റെ ഒരു പവർ 234 LC100, പിന്നെ ഒരു 380 Nm ടോർക്ക്, നോട്ട് റോങ്. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഒരു 2 ലിറ്റർ എഞ്ചിന് എടുക്കുന്ന പവർ, അതൊക്കെ ഈ പറഞ്ഞ പവറൊക്കെ 2 ലിറ്റർ എഞ്ചിൻ യു വിൽ ഗെറ്റ് ഇറ്റ് ഈസിലി using turbo. That's what personally I choose non-turbo because of this reason. Performance going obviously, I would say, I mean, if I am asked to build a car, I will say make a bigger engine, give more power, make the engine run for long. So അതാണ് എൻ്റെ ഫേവറേറ്റ് വണ്ടികളിലൊന്നാണ് ഈ LC. അപ്പോൾ എനിക്കിപ്പോഴും പഴയ വണ്ടികളെ കൂടുതൽ താല്പര്യം. സോ ദാറ്റ്സ് അബൌട്ട് ദ വീഡിയോ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് ഈസ് ഇൻ എ സിംപ്ലിഫൈഡ് വേ. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവാം. മേ ബി ദറ്റ് ഞാനൊരു എക്സ്പേർട്ട് അല്ല, മെക്കാനിക്കൊന്നുമല്ല, അപ്പോൾ എനിക്കിപ്പോൾ അറിയാത്ത കാര്യങ്ങളായിരിക്കും, ചില മിസ്റ്റേക്സ് ഉണ്ടാവാം. യു ക്യാൻ comment down your suggestions. If anything, if I'm wrong somewhere, you can correct me. If you like the video, you can subscribe to my channel, and bye.